ധ്യാനം കൂടുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്? അതെന്തുകൊണ്ടാ അത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാ നടക്കാത്തതെന്ന് അങ്ങനെ ചോദിക്കുന്നവരോടുണ്ട്. ആ അത് ശരിക്കും ഈ ധ്യാനത്തിന്റെ സ്ഥലം ഇതിനെക്കുറിച്ചുള്ളൊരു ഫോക്കസ് ലഭിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ധ്യാന കേന്ദ്രത്തിന്റെ പേരിൽ മാത്രം അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഉം, ഉം, ഒരു മനുഷ്യൻ ഒരു പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെ ആയിരിക്കുന്ന സമയത്ത് തിരിച്ചറിയപ്പെടുന്ന ചില കാര്യങ്ങളാണ്. ഉം. അത് ധ്യാന കേന്ദ്രത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാകണമെന്നില്ല. ഓക്കെ. അല്ലെങ്കിൽ ധ്യാന കേന്ദ്രം ഒരു നിമിത്തവും അവിടെ വെച്ച് താൽക്കാലികം. പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ മുഴുവൻ അത്ഭുതങ്ങളാണ്. അത് അയാൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഉം. ഏറ്റവും പ്രധാനം. ആ. ഇപ്പോൾ ചോദിച്ച ചോദ്യം, ഞായറാഴ്ച കുർബാനയിൽ ആർക്കും ഒരു അത്ഭുതവുമില്ല. ഉം. ധ്യാനത്തിലാണ് അത്ഭുതം. ആ. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ബൈബിളിലൂടെ പറഞ്ഞ ധൂർത്തപുത്രന് ഒരു തിരിച്ചറിവുണ്ടായി അല്ലേ? അത് പന്നിക്കൂട്ടിൽ പന്നികളെ മേയ്ക്കുന്ന ആ സ്ഥലത്ത് വെച്ചാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ഭൃത്യന്മാർ പോലും സുഭിക്ഷമായി വസിക്കുന്നു. അപ്പോൾ അതിന് ആൾക്കാർ പറയും അവിടെ വെച്ചാണ് അയാൾക്ക് ദൈവാനുഭവം ഉണ്ടായെന്ന് പറയും. ഉം. അതല്ല, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. പണ്ട് മുതലേ ഞാൻ വലിയ സ്നേഹാനുഭവത്തിലായിരുന്നു. അത് ഓർമ്മിച്ച നിമിഷമാണത്. അതുപോലെ നമ്മൾ വലിയ ദൈവാനുഭവത്തിലും അത്ഭുതത്തിലുമാണ്. ചില സമയങ്ങളിൽ നമുക്കത് ബോധ്യപ്പെടുന്നു അല്ലേ? ഉം. അപ്പോൾ ബോധ്യപ്പെടാനുള്ള കാഴ്ച എപ്പോഴും ആ ബോധ്യം ഉണ്ടെങ്കിൽ എപ്പോഴും അത്ഭുതത്തിലാണ്.